ഹലോ ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈവനിങ് വ്ളോഗ് എടുക്കാനുള്ള പരിപാടിയാണല്ലോ. നമ്മളെന്നും ഈവനിങ് വ്ളോഗാണല്ലോ എടുക്കാറ്. അപ്പോൾ ഇന്ന് എന്തുണ്ടായി വെച്ച് കഴിഞ്ഞാൽ കാലത്ത് കൊടി ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും കൊടിയുടെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കൊടി ഉണ്ടാക്കണ വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഷീറ്റ് പേപ്പറിലെടുത്തിട്ട് അർണസിൻ്റെ അമ്മ വരച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ലെയർ വരച്ചിട്ടുണ്ട്. ഇനി നടുക്കിൽ സർക്കിൾ വരയ്ക്കുന്നു. അതിന് ശേഷം കളർ കൊടുക്കലാണ്. അമ്മയ്ക്കാണ് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കി വരച്ചത് അമ്മയാണ്. പിന്നെ കളർ കൊടുക്കുന്നതൊക്കെ നമ്മുടെ അർണസാണ്. അർണസിനൊന്ന് ഗംഭീര കളർ കൊടുക്കലാണ്. കളർ കൊടുക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. വരയ്ക്കാൻ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് സ്ക്വയർ ആവില്ല. അത് കാരണമാണ് അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് ഭയങ്കര തിരക്കിലാണ് ചെയ്തത്. ഭയങ്കര ബിസി ആയിട്ടുള്ള സമയത്താണ് ചെയ്തത്. അപ്പോൾ അവനെ കൊണ്ട് വരപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം എടുക്കും. സ്വാതന്ത്ര്യദിനം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത സ്വാതന്ത്ര്യത്തിന് ചിലപ്പോൾ പരിപാടി കഴിയുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, വളരെ ബിസി ആയിട്ട് എന്താണ്, ഒരാൾ വരയ്ക്കുന്നു, ഒരാൾ കാലിൽ സോക്സ് ഇട്ട് കൊടുക്കുന്നു. കൈസ് അനിലംബാനിക്ക് പോലും ഇത്ര തിരക്കുണ്ടാവില്ല കൈസ്. അത്രത്തോളം ലേറ്റ് ആയിട്ടുണ്ട്. 10 മണി ആവാറായി. 10 മണിക്ക് എത്തേണ്ടതാണ്. അപ്പോഴാണ് ഒരാൾ ഇവിടെ കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ ഇനി തൊട്ടിക്കൊക്കെ വേണം. ഹലോ ഗായ്സ്, ഞങ്ങളുടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, 2 സൈഡും വരച്ച് കഴിഞ്ഞു. വാ ബ്യൂട്ടിഫുൾ. നല്ല വലിയ മരവുള്ളോ. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. എല്ലാവർക്കും എന്തിന്റെ ആശംസകള്? എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ. വാവ്. ഇന്നലെ പറഞ്ഞ ബിരിയാണി ഗൈസ്. ഹായ് ബിരിയാണി. ടേസ്റ്റ് ഇത് വേസ്റ്റ് ഒന്നുമല്ല, അതല്ലാണ്. ടേസ്റ്റ് ഉണ്ടാ? ബിരിയാണി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കില്ല ഗൈസ്. മേടിച്ചു കഴിഞ്ഞാൽ കഴിക്കും ഗൈസ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഗൈസ്. പള്ളിയിൽ ബിരിയാണി ചിലവ് നടത്തി. അതിന്റെ ബിരിയാണി എവിടെ ഇരിക്കണ്ട ചിക്കൻ. ആൻഡോസിന്റെ പാസരം സ്റ്റാപ്ലർ ചെയ്തിട്ടാ അല്ലാതെ തുണി കുത്തില്ലല്ലോ. ഇല്ല, അത് സ്റ്റോജ് കുത്തിയത് ഇങ്ങനെ ആക്കിയത്. കട്ടറാണോ? കട്ടർ
പിക്കാച്ചുനെ തുറന്നപ്പോ കട്ടർ ഗൈസ്. ഇതെന്തിനു സ്വാതന്ത്ര്യത്തിന് കിട്ടിയതാ? അല്ല അപ്പൊ ആൻഡ്രോസിന് കിട്ടിയതേ? വാങ്ങിച്ചതാ? അവൾക്ക് പാസ്ത്രം മേടിക്കുമ്പോ അവൻ മനം നോക്കിയിരിക്കുന്നു. ഫസ്റ്റ് കാണിച്ചു പിന്നെ അന്ന് അവനൊരു പാത്രം വെച്ച് കാണല്ലേ? ഞാൻ പറഞ്ഞു അമ്മ ഞാന് നിനക്ക് ഒരു കമ്മൽ വാങ്ങിച്ചു ചേട്ടൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇത് മാത്രം ഹായ് ഫ്രണ്ട്സ്, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഒന്ന് തിരിയിടണം മോനെ. ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചില്ലേ? ഞങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ? ഇൻഡിപെൻഡൻസ് ഡേയും പിന്നെ സ്വർഗാരോഹണ തിരുനാൾ. അതാണ് അവളുടെ ഏറ്റവും വലിയ അടിച്ചുപൊളി അവളുടെ ബിരിയാണിയാ. ബിരിയാണി കഴിച്ചു. രാത്രി ആണെങ്കിൽ എന്ത് തോന്നുന്നു? നിർവിച്ച നോക്ക് ഗായ്സ്, മൂക്ക് തുറക്കാറുണ്ടാവും. കുഞ്ഞു കൊടുത്തിരിക്കുകയാണ്. എവിടെങ്കിലും വെച്ച് തുന്നിട്ട് സൂചി കുത്തി വെച്ചിരിക്കുകയാണ് ഗായ്സ്. സന്തോഷമുണ്ടോ ഗായ്സ്? ഇനി നാളത്തെ അവസ്ഥ പറയാൻ പറ്റില്ല. മുടികെട്ടുകളില്ലേ മുമ്പത്തെ അതേ തന്നെ ഹെയർ ബാൻഡ് പോലെ പിരിച്ചു കെട്ടിയ പിരിച്ചു കെട്ട്. വെറൈറ്റി വെറൈറ്റി ഒരു വാല്. ആഗ്രഹമുണ്ട് പക്ഷെ മുടിക്കുന്നില്ല ഗൈസ്. ആൻഡ്രോസ് പാസരം കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ പൊക്കിയ പാസറും അടിയ പുല്ലടി. ആൻഡ്രോസിന്റെ പുതിയ പാസരം. പഴയ പാസരം കൊണ്ട് കളഞ്ഞു ഗൈസ്. പുതിയ പാസരം മേടിച്ചു ഗൈസ്. അത് മേടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അർണോസിനെ എടുത്തു അവിടുക്കുണ്ട്. ആൻഡ്രോസിന് പാസരം മേടിച്ചപ്പോൾ അർണോസിന് പാസരം മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൻ എന്ത് മേടിച്ചു? പിക്കാച്ചുടെ കട്ട മേടിച്ചു. പിക്കാച്ചു. അത് മേടിക്കുക മാത്രമാണോ ചെയ്തത്? സമോസ മേടിച്ച് തിന്നു ഗൈസ്. ലോലിപോപ്പ് മേടിച്ചു. നീ ലോലിപോപ്പ് മേടിച്ചാ? നീ അത് മേടിച്ചേ? സ്ട്രോബെറി മാംഗോ. 2 ലോലിപോപ്പ് മേടിച്ച് ഗൈസ്. കഴിഞ്ഞ ദിവസം മേടിച്ച ലോലിപോപ്പ് ചിക്കൻ്റെ പേരിൽ ഇന്ന് പുതിയൊരു ലോലിപോപ്പ് മേടിച്ച് തീർത്തു എന്ന് പറയണം. പിന്നെ അതിന്റെ കൂടെ എന്ത് മേടിച്ചു? ചിക്കൻ 65 ആണ്. ചിക്കൻ 65 ചിക്കൻ KFC അത് മേടിച്ച് കഴിച്ചു. അർണോസൻ പിക്കാച്ചുവിനെ മേടിക്കുക മാത്രമല്ല ചെയ്ത, വേറെ എന്ത് ചെയ്തു? പടം വരച്ചു. പിക്കാച്ചുവിന്റെ പടം പിക്കാച്ചു മേടിച്ചു സംയുക്ത ഡയറിയിൽ എഴുതുകയും വരയ്ക്കുകയും ചെയ്തു. നമ്മുടെ സ്വന്തം അർണോസ്മാൻ ഒറ്റയ്ക്ക് മൊബൈലിൽ നോക്കിയിട്ട് പിക്കാച്ചുവിനെ വരച്ചു. നിങ്ങളൊക്കെ കണ്ടു നോക്കി. കിട്ടണില്ലടാ. പിക്കാച്ചുവിന്റെ പടം കണ്ട് നിങ്ങൾ കിട്ടും. ഇതാണ് അവന്റെ പിക്കാച്ചു കട്ടർ. ഇത്രയും അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഇഷ്ടപ്പെട്ട കൈമീൻ ചേട്ടൻ തുടിച്ചീണേ. ചേട്ടൻ തുടിച്ചീണേ. ഞാൻ ഈ പ്രാവ് വരാണ്ടൊക്കെ നെറ്റടിക്കാനുള്ള പരിശ്രമം. മുമ്പത്തെ മീന്റെ പ്രസവാടായിരുന്നു. മീന്റെ പ്രസവാട് പൊളിച്ചിട്ട് എന്താക്കാൻ പോവാണ്? പ്രാവ് വരാണ്ടൊക്കെയുള്ള ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ കടക്കാണ്ടൊക്കെയുള്ള തടസ്സം സൃഷ്ടിക്കാൻ പോവാണ് കൈസ്. വലിയ ശല്യമാണ് കൈസ്. അതോടിപ്പോയി വിവരം കൊണ്ട്. നിന്നൊക്കെ മടുക്കത്തായിരിക്കും.
കഴിഞ്ഞാ ഓടിപ്പോയി കഴിച്ചു. ഏട്ടാ ഞങ്ങള് കാലത്ത് തൊട്ടിട്ടുണ്ട് ഈവനിങ് വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ അതില് തന്നെ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്തുണ്ട് കൊടി ഉണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തിനായിരുന്നു, പിന്നെ ബിരിയാണി. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബിരിയാണി ചലഞ്ചിന്റെ ബിരിയാണി കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക്. വൈകിട്ട് പിന്നെ ഞങ്ങളുടെ ഈ കലാപരിപാടി. ഇനി ഞങ്ങൾ ചോറിനാൻ പോവാണ്. ഒരു വായ പോലെ വന്നില്ല. ഒരു വായ തന്നില്ലടാ നോണയ്യ. ഒരു വായ തന്നു. അതിനുശേഷം വീഡിയോ പിടിച്ചിട്ട് അമ്മ ഫോണിൽ ഒരു കയ്യിലെ ഫോണില് ഒരു കൈ ഫോണായ കാരണം ഒരു കൈ ഫോണാണ്, മറ്റേ കയ്യിൽ എന്താണ് ചോറിന്റെ ഉരുള പിടിച്ചിട്ടാണ് കഴിച്ചത്. രണ്ടാമത്തെ ഉരുള പിടിക്കാൻ പറ്റിയിട്ടില്ല കഴിച്ചത്. അതാ കഴിച്ചത്. ഉരുള പിടിക്കാൻ വേണ്ടി അർമസ് ഫോൺ കൈമാറിയിരിക്കുന്നു. ഓ അമ്മയിൽ നിന്ന് അർമസിന്റെ കയ്യിലേക്ക് ക്യാമറ കൈമാറിയത് കൂടി അർമസിന്റെ വായിലേക്ക് ഉരുള കിട്ടിയിരിക്കുന്നു. കഴിച്ചു 4 മേലാക്കാവാൻ പറയില്ല കഴിച്ചു. ഉരുള കിട്ടിയില്ലെന്ന് എന്ത് നീരിച്ചായിട്ട് മാറാരോഗ്യമായിട്ട് ഇരിപ്പാണ് ഗൈസ്. ആംബ്രോസിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ ഗൈസ്. ഒരു ഉരുള വേണം ഗൈസ്. മുട്ട മീന് അതാ നോക്ക് ഗൈസ്. ഇരുന്ന് വിളിച്ച് വരുത്തിച്ച് തിന്നുന്നു ഗൈസ്. അമ്മ നടക്കുന്നു. മുട്ട മീന അതെന്തത്? മീൻ്റെ മുട്ടയാണോ? കോഴിയുടെ മുട്ടയോ? അർണസിന്റെ പല്ല് വരുന്നില്ല ഗൈസ്. ആർക്കെങ്കിലും അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ പറയൂ ഗൈസ്. അർണസ് ശരിക്കും ഇരിക്കി കൊടുത്തിട്ടില്ല അവന്റെ പല്ലിന്. അർണസിന്റെ പല്ലൊക്കെ അലമാരയിൽ വെച്ച് കൂട്ടിക്കുക. അത് കാരണം അർണസിന്റെ പല്ലൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഗൈസ്. അർണസിന്റെ ഓർമ്മയ്ക്കായി വേണ്ടിട്ട്. നീ അറിഞ്ഞാ? അയ്യോ ഗായസ് പല്ലെടുത്ത് കളഞ്ഞ ഗായസ്. അർണസിന്റെ ആ പല്ല് പോയ പല്ല് കാണിക്കും. ഞങ്ങൾ അറിയിക്കാട്ടോ. ഇതും പൊട്ടി തന്നെയാ. പൊട്ടിയതാ? 3 പല്ല് അല്ല 4 പല്ല് അടിയിലത്തെ പറിച്ചിട്ട് 3 പല്ല് വന്നു. ഒരെണ്ണം അങ്ങോട്ടാ പോയി. ചേട്ടന് ചെറിയ പല്ല് വന്നാ? ആ അതേതാ പല്ല്? ഇതാണ് ഗൈസ്. ചെറിയ പല്ല് വന്നു. 3 പല്ല് ആണ്ടോ 3 പല്ല് വന്നപ്പോഴേക്കും സ്ഥലമൊക്കെ കഴിഞ്ഞു കഴിച്ച്. ഇനിയുള്ള പല്ല് എവിടെയാണോ വരിക? കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരികയാണ്. കാരണം പല്ല് വരാൻ ഗ്യാപ്പുണ്ടാവും. മുഖം വലുതാവല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. രാവിലെ തൊട്ടുള്ള രാവിലെ തൊട്ടുള്ള വ്ളോഗുണ്ട് സാർ. ഈവനിങ് വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഡെയിലി വ്ളോഗ് അതിൻ്റെ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.